നമ്മൾ മരിക്കുമ്പോ ജനങ്ങളും നല്ലത് പറയണ സഹോദര, എനിക്കെന്റെ റബ്ബറിഞ്ഞാ മതി, ഒരു മഖ്ലൂഖും അറിയണ്ട എന്ന് പറയുന്നിടത്തല്ല ഞാൻ നല്ലവനാണോ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാനല്ല പറയേണ്ടത്, നിന്റെ വീടിന്റെ ചാരത്തുള്ള അയൽക്കാരൻ പറയണം നീ നല്ലവനാണോ ചീത്തയാണോ എന്ന്. അവന് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവന് തന്നെയാണ്, അവന് നീ മോശപ്പെട്ടവനെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയാൽ നീ മോശപ്പെട്ടവനാണ്. സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമ്പോ ആളുകൾ നല്ലത് പറയാനുണ്ടാകണം. വാപ്പ പൊന്നുമോനെ റസൂലുള്ളാഹിന്റെ കാലത്ത് മരിച്ചിരുന്നെങ്കിൽ ആളുകൾ പറയുമായിരുന്നു അംർ ഇബ്നുൽ ആസ് വിജയിച്ചവനാണ്, അവന് സന്തോഷത്തോടെ മടങ്ങിപ്പോയവനാണെന്ന് പറയുമായിരുന്നല്ലോ. അന്ന് വാപ്പ മരിച്ചില്ല മോനെ. പിന്നീട് വാപ്പ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലെത്തി. വാപ്പ പിന്നെ ഭരണാധികാരിയായി, ഗവർണറായി, പല പല ഘട്ടങ്ങളിലൂടെ പല പല മേഖലകളിലൂടെ വാപ്പ പിന്നിട്ടോ. ആ പിന്നിട്ട അവസ്ഥയിൽ വാപ്പ ഇന്ന് രോഗബാധിതനായി കിടക്കുകയാ. എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ എനിക്കറിയില്ലല്ലോ മോനെ. മരിക്കുന്ന സമയത്ത് എനിക്ക് കെലിമ പറയാ കഴിയുമോ അറിയില്ലല്ലോ പൊന്നുമോനെ. സഹോദരങ്ങളെ, ആ സമയത്തെങ്കിലും നമുക്കൊന്ന് തിരിച്ചറിവുണ്ടായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ സുന്ദരമായ മുഖദാവിലേക്ക് നോക്കിയിരുന്ന്, അവിടുത്തെ ചെഞ്ചുണ്ടുകളിലേക്ക് നോക്കിയിരുന്ന് അറിവുകൾ ശേഖരിച്ച പ്രിയപ്പെട്ട സഖാവാ, പ്രിയപ്പെട്ട അനുചരനാണ്, പ്രിയപ്പെട്ട സ്വദീർഥ്യനാണ്. ആ പ്രവാചകന്റെ അനുയായി പോലും മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് തന്റെ ഭൗതിക ജീവിതത്തിന്റെ ഗതകാല ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ ആ ഒരു ചിന്ത എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ആദ്യത്തെ വിലാപം, പടച്ചവനെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നല്ലോ. കഴിയില്ല പൊന്നുമോനെ, കഴിയില്ല പ്രിയപ്പെട്ടവരെ, കഴിയില്ല. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വിലാപം ആരംഭിക്കുകയാ. അതേത് സമയത്താണെന്നറിയോ സഹോദരങ്ങളെ? രണ്ടാമത്തെ വിലാപത്തെ വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൻ നബയിലൂടെയാ. അതേത് സമയത്താണെന്നറിയോ? ഓരോരുത്തരും ഒന്നാമത് നിലവിളിക്കുകയാണ്, എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് വരേണ്ടതായിരുന്നല്ലോ, കഴിഞ്ഞില്ലല്ലോ പടച്ചവനെ എന്ന് ചിന്തിച്ചതിന് ശേഷം അതാ രണ്ടാമത്തെ നിലവിളി വരികയാണ്. എന്താ രണ്ടാമത്തെ നിലവിളി എന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹു ഖിയാമത്ത് നാളിൽ എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാ. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ മാത്രമല്ല, സസ്യലതാദികളെ, പക്ഷിപറവാദികളെ എല്ലാത്തിനെയും അല്ലാഹു അവിടെ ഹാജരാക്കുകയാണ്. ഒന്നുപോലും ജീവജാലങ്ങളിൽ പെടുന്ന ഒന്നുപോലും അവിടെ വരാതിരിക്കില്ല. എല്ലാ ജീവജാലങ്ങളെയും, ഉറുമ്പിൻ കൂട്ടങ്ങളെയും, പറന്നുയരുന്ന പറവക്കൂട്ടങ്ങളെയും, ഹിംസ്ര ജന്തുക്കളെയും എല്ലാം അല്ലാഹു അവന്റെ കോടതിയിൽ ഹാജരാക്കുകയാ. അവിടെ മലായിക്കത്തുകളുണ്ട്, അവിടെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്. അല്ലാഹുവിന്റെ മുഴുവൻ അടിമകളെയും അല്ലാഹു അവിടെ ഹാജരാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രതികാര നടപടി ആരംഭിക്കുകയാ. സഹോദരങ്ങളെ, ഒരു ആട് മറ്റൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുത്തുകൊണ്ട ആടിനെ കൊണ്ട് കുത്തിയ ആടിനെ തിരിച്ചു കുത്തിപ്പിക്കുകയാണ് അല്ലാഹു. ഒരു പശു മറ്റൊരു പശുവിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുത്തുകൊണ്ട പശുവിനെ കൊണ്ട് കുത്തിയ പശുവിനെ തിരിച്ചു കുത്തിപ്പിക്കുന്ന പ്രവിശാലമായ പടച്ചവന്റെ നീതിയുടെ കോടതി. ആ കോടതിയിൽ വെച്ച് ഖിസാസിന്റെ നടപടികളെല്ലാം അവസാനിക്കുകയാ. ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും എന്നെ അധിക്ഷേപിച്ചിട്ടുണ്ടോ? അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം എടുത്ത് എനിക്ക് തന്നിട്ട് അവസാനം എന്നെ കുറ്റം പറഞ്ഞവന് അവന് തരാൻ അമലുകളില്ലാതെ വന്ന എന്റെ തിന്മകളെല്ലാം എടുത്ത് അവന്റെ മേലെ ചാർത്തി കൊടുക്കുന്ന അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ വെച്ചുകൊണ്ട് ഓരോ മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ആശങ്കയോടെ സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായി, വ്യാകുല വികുലരായി നിൽക്കുന്ന സമയത്ത് അല്ലാഹു അവന്റെ അംലാക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് മൃഗങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ മൃഗങ്ങളോട് പറയുന്നതെന്നറിയോ? മൃഗങ്ങളോട് കൽപ്പനകളൊന്നുമില്ലല്ലോ. മൃഗങ്ങളോട് പ്രത്യേകിച്ച് അല്ലാഹു കൽപ്പനകളൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് നമസ്കാരമില്ല, കാളയ്ക്ക് ഔറത്ത് മറയ്ക്കണ്ട, പശുവിന് ഔറത്ത് മറയ്ക്കണ്ട, എരുമയ്ക്ക് നിസ്കാരമില്ല, അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് നോമ്പ് പിടിക്കണ്ട, അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട, ഒന്നും വേണ്ടല്ലോ. ഈ മൃഗങ്ങളോട് അല്ലാഹു കൽപ്പിച്ച ഒരേ ഒരു കൽപ്പന യജമാനനായ മനുഷ്യനെ അംഗീകരിക്കണമെന്നുള്ളതാ. മനുഷ്യന് വേണ്ടിയാണ് മൃഗങ്ങളെ പടച്ചത്, മനുഷ്യന് വേണ്ടിയാണ് മൃഗങ്ങളെ പടച്ചത്.
പശുവിനെ പടച്ചതും മനുഷ്യന് വേണ്ടിയാണ്, കാളയെ പടച്ചതും മനുഷ്യന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, തലതിരിഞ്ഞ കാലത്ത് പശുവിന് വേണ്ടി മനുഷ്യൻ തല്ലിക്കൊല്ലപ്പെടുമ്പോ എല്ലാം മനുഷ്യന് വേണ്ടിയാണ് കാളയെ പടച്ചത്, മനുഷ്യന് വേണ്ടിയാണ് പശുവിനെ പടച്ചത്, മനുഷ്യന് വേണ്ടിയാണ് പന്നിയെയും നായയെയും അല്ലാഹു പടച്ചത്. സഹോദരങ്ങളെ, ഈ മനുഷ്യനെ അല്ലാഹു തആല ഉപകാരത്തിന് വേണ്ടി ഇവകളെ സൃഷ്ടിക്കുമ്പോ അവരുടെ ഖിസാസ് കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല. അവറ്റകളോട് പറയുന്ന വാക്കേതെന്നറിയോ? കൂനൂ തുറാബാ, നിങ്ങൾ മണ്ണായി മാറിക്കൊള്ളുക. അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് മൃഗങ്ങളും പക്ഷികളും പറവകളും ഇഴജന്തുക്കളല്ല, കേവലം പച്ച മണ്ണായി രൂപാന്തരപ്പെടുകയാണ്. മണ്ണായി മാറ്റപ്പെടുന്ന സമയത്ത് സഹോദരങ്ങളെ, നമ്മുടെ രണ്ടാമത്തെ വിലാപം വരികയാ. ഇത് ഖുർആനിലെ 5 വിലാപങ്ങളെ പറ്റിയാ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വിലാപം ആ സമയത്താണ് ഞാനും നിങ്ങളും വിലപിക്കുന്നത്. സൂറത്തുൻ നബ അമ്മ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ ഓതി നോക്ക്. അല്ലാഹ് പറയുകയാണ്, യൗമ യല്ലറുൽ മർഉ മാ ഖദ്ദമത് യദാ. ഓരോരുത്തരും നാളെ അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ തൊട്ടു മുമ്പിലെ ഒന്നാമത്തെ വിലാപത്തിൽ എന്തെങ്കിലും ചെയ്യണമായിരുന്നെന്ന് കൊതിച്ചല്ലോ. ആ വിലാപത്തിന് ശേഷം രണ്ടാമത്തെ വിലാപത്തിൽ കയ്യിലൊന്നുമില്ല തമ്പുരാനെ, ഒരു അമലും എന്റെ കയ്യിലില്ല. ആളുകളെ ഫസാദ് പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, ഏഷണി പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ആളുകളെ ഇല്ലാത്തത് പറഞ്ഞു, അപവാദം പറഞ്ഞു, ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിച്ചു ഇടങ്ങേറാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ കയ്യിലെ അമലുകൾ ഒന്നുമില്ല. ധാരാളം തിന്മകളുടെ കൂമ്പാര, സമുദ്രത്തിന്റെ സാഗരത്തിന്റെ നുരകൾ പോലെ, തിരമാലകളുടെ പതകൾ പോലെ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ കർമ്മപുസ്തകത്തിൽ ജീവിതത്തിന്റെ തിന്മകളുടെ കൂമ്പാരമായി നിൽക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന വാക്കേത് അല്ലാഹു പറയുകയാണ്. അവര് പറയുന്നു, വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. അല്ലാഹുവേ, നായ്ക്കളൊക്കെ പോലെ, ശ്വാനനെ പോലെ, ഈ കഴുതകളെ പോലെ, കുതിരകളെ പോലെ, ഒട്ടകത്തെ പോലെ ഞാനും മണ്ണായിരുന്നെങ്കിലല്ലാ, ഞാനും മണ്ണായിരുന്നെങ്കിലല്ലാ. ഇതെപ്പോഴാ സഹോദരങ്ങളെ? രണ്ടാമത്തെ വിലാപമാണ് കേട്ടോ. ആ സമയത്ത് മനുഷ്യൻ പറയുന്നു, പടച്ചവനെ, ഞാനും മണ്ണായി മാറിയിരുന്നെങ്കിലെന്ന്. ആരെ നോക്കിയിട്ടാണ്? ഇവിടെ നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു പ്രത്യേക ഷെഡ് കെട്ടിയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആട്ടിൻപറ്റങ്ങളിലേക്ക് നോക്കിയിട്ട്, തൊഴുപ്പിൽ കെട്ടിയിരുന്ന പശുവിലേക്ക് നോക്കിയിട്ട്, ഏതോ ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന കോഴിക്കൂട്ടങ്ങളിലേക്ക് നോക്കിയിട്ട്, വീടിന്റെ മുകളിലൂടെ പറന്നു നടക്കുന്ന പറവകളിലേക്ക് നോക്കിയിട്ട്, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിളിച്ചു പറയുകയാണ്, യഖൂലു യാ ലൈതനീ കുന്തു തുറാബാ. പടച്ചവനെ, ഞാനും മണ്ണായി പോയിരുന്നെങ്കിലെന്ന്, ഞാനും മണ്ണ് പോലെ, ഈ മൃഗങ്ങളെ പോലെ മണ്ണായിട്ട് ഞാനും മാറിയിരുന്നെങ്കിലെന്ന് സഹോദരങ്ങളെ അവിടെ വെച്ച് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര, മൃഗങ്ങളോട് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? നിങ്ങളോട് ഞാൻ കൽപ്പിച്ചത് ഈ മനുഷ്യരെ അംഗീകരിക്കാനാ. ഏത് പശുവാണ് വലിയ പാത്രവുമാകട്ടെ നേരം വെളുക്കുമ്പോ സുപ്രഭാതത്തിൽ കറക്കാൻ വേണ്ടിയിട്ട് കറവക്കാരൻ വരുമ്പോ ഏത് പശു അനുസരിക്കാതെ മാറി നിന്നത്? ഏതാടാ നിങ്ങൾ വിളിച്ച ഭാഗത്തേക്ക് വരാതിരുന്നത്? ഏത് കോഴിയാണ്, ഏത് കോഴിയാണ് സന്ധ്യാസമയത്ത് നിങ്ങളൊരുക്കിയ കൂട്ടിനകത്ത് കയറാതിരുന്നത്? നേരം വെളുത്ത് തുറക്കുമ്പോ പറന്നുയരുന്ന കിളികളുണ്ടല്ലോ, ആ കിളികളെ വൈകുന്നേരമാകുമ്പോ നിങ്ങൾ തയ്യാറാക്കി വെച്ച കൂട്ടിനകത്തേക്ക് പറന്നു വരുന്ന ആ പറവകളെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? എത്ര അനുസരണയാ, എത്ര അനുസരണയാണ്. പക്ഷെ നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കാതെ വരുമ്പോ കേവലം നായ്ക്കളെ പോലെ, കേവലം നായ്ക്കളെ പോലെ ഞങ്ങളും മണ്ണായി മാറിയെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന പടച്ചവന്റെ കോടതിയിലെ രണ്ടാമത്തെ വിലാപമുണ്ടല്ലോ. നമ്മൾ കരുതും അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ അങ്ങനെ ആകുമെന്ന്. അല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ നിഴലായി നടന്ന സഹാബിയാണല്ലോ. അവിടെ നിന്ന് പറയുകയാണ്, മണ്ണാ സമയത്ത് വിളിച്ചു പറയുമത്രേ, പച്ചമണ്ണ് വിളിച്ചു പറയുമത്രേ, ലാ 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 യഖൂലു തുറാബു ലാ വലാ കറാമത ലക മിൻ ജഅലിക മിസ്ലി. എടോ, എന്നെ പോലെ ആകാനുള്ള യോഗ്യത പോലും നിനക്കില്ലടോ എന്ന് മനുഷ്യനോട് പറയുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മണ്ണ് പറയുമെന്ന്. ഏതു മണ്ണ്? നായ്ക്കൾ മണ്ണായി രൂപാന്തരപ്പെട്ടപ്പോ
നിങ്ങൾ മണ്ണായി പോകൂ എന്ന് പറയാൻ മൃഗങ്ങളെ അള്ളാഹു തന്നത് നമുക്ക് ആവശ്യത്തിനാണ്. ഈ ലോകത്തുള്ള സർവ്വതും മനുഷ്യന് വേണ്ടിയിട്ട. പള്ളി അള്ളാഹ്ക്കല്ല, ആർക്കാ? മനുഷ്യനാണ്. മനുഷ്യന് വേണ്ടിയിട്ടാണ് പള്ളി. മനുഷ്യന് സൗകര്യത്തിനാണ് അള്ളാഹു തആല പള്ളി കൊടുത്തത്. അല്ലാതെ അള്ളാഹ്ക്ക് പള്ളിയുടെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ഹറമിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ബനാത്തിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ഹിഫ്ള് കോളേജിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് അറബി കോളേജിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് റൗള ഷരീഫിന്റെ ആവശ്യമുണ്ടോ? ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 2 കൊല്ലം പിന്നെ അള്ളാഹ് എന്താ ചെയ്തേ? ഇതെല്ലാം പൂട്ടിയില്ലേ? ഇതെല്ലാം പൂട്ടിയപ്പോ എന്താ സംഭവിച്ചത്? മനുഷ്യർക്ക് നഷ്ടങ്ങൾ ഉണ്ടായി. അള്ളാഹ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അള്ളാഹ് അന്നത്തെ പ്രൗഢിയിലും അന്നത്തെ അതേ ഗാംഭീര്യത്തിലും അന്നത്തെ അതേ ജലാലിയത്തിലും ജമാലിയത്തിലും ഇസ്സത്തിലും അലമത്തിലും കിബ്രിയായിലും തന്നെയാണ് അള്ളാഹു. ഒരു മാറ്റവും പടച്ചവനുണ്ടായില്ല. ഇതൊക്കെ മനുഷ്യന് അള്ളാഹു തന്നത്. ലോകത്തുള്ള സർവ്വതും അള്ളാഹു മനുഷ്യന് വേണ്ടി കൊടുത്തതാ. എന്താ അള്ളാഹ് പറഞ്ഞത്? ഖലഖതുൽ അശ്യാ ലി അജലിക്, എല്ലാം നിനക്ക് വേണ്ടിയാടാ. വഖലഖതുക ലി അജലി, മനുഷ്യനോട് അള്ളാഹ് പറഞ്ഞു ലോകത്തുള്ളതെല്ലാം നിനക്ക് വേണ്ടിയാ, നീ എനിക്ക് വേണ്ടിയിട്ട്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഒരൊറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ, അത് മനുഷ്യർ മാത്രം. മലായിക്കത്തുകൾ അള്ളാഹ്ക്കാണോ? അല്ല, മനുഷ്യർക്കാ. മലായിക്കത്തുകൾ അള്ളാഹ്ക്കല്ല, മനുഷ്യർക്കാ. മലായിക്കത്തിന്റെ ഡ്യൂട്ടി എന്താ? ഹഫളത്തിന്റെ മാലാകമാര്. എന്റെ അർത്ഥം എന്താ? നമ്മളൊരാപത്തിൽ പെട്ടുപോകാതെ നമ്മളെ സൂക്ഷിക്കുന്ന മലക്കുകൾ, നമ്മുടെ നന്മ തിന്മകൾ എഴുതുന്ന കാത്തിബുൽ ഹസനാത്തും കാത്തിബുൽ സയ്യിആത്തും, അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ ശിമാൽ, നമ്മളോട് ഇന്റർവ്യൂ നടത്തുന്ന മുങ്കർ നക്കീർ, നമ്മളെ പറ്റി ചോദിക്കുന്ന റഖീബ് അതീദ്, നമുക്ക് വേണ്ടിയിട്ട് മഴയും വെയിലും കാറ്റും കോളും വെള്ളവും തീയും ഒക്കെ ആവശ്യത്തിന് എത്തിച്ചു തരാൻ മീകായിൽ, അവസാനം നമുക്ക് നശിപ്പിച്ച് നാമാവശേഷമാക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും സൂറെന്ന നശീകരണായുധത്തിന്റെ കൊമ്പിലൂതുന്നത് ഇസ്രാഫീല്. അള്ളാനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് പോണമല്ലോ. മരണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അസ്രായീല്, നമുക്കറിയാലോ. ഇന്നിപ്പോ എന്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ ഇവിടെ ഉണ്ടാവും, ഒരു പക്ഷേ മകൻ PG വിദ്യാർത്ഥിയാണ്, സാറിന്നില്ലേ, വയനാട്ടിൽ വെച്ച് മരണപ്പെട്ടു ആക്സിഡന്റിൽ. ഉമ്മ ഇവിടെ മരണപ്പെട്ടു. നമ്മുടെ വീടുകളിൽ നാടുകളിലൊക്കെ ചെറിയ മക്കളെ, ചെറിയ പ്രായത്തിൽ കുഞ്ഞു മക്കൾ മരണപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത്രയും കരുണയില്ലാത്തൊരു മലക്ക്. അതല്ല, നമ്മളെ വാപ്പ മരിക്കാൻ നേരത്ത് നമ്മൾ വിലപിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ ഇന്നലെ പൂവച്ചലിൽ പ്രസംഗിക്കുമ്പോ ഈ വിഷയം ഞാൻ അവിടെ ഉണർത്തിയിരുന്നു. നമ്മളും മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ വേദിയിൽ വെച്ച് ഞാൻ അങ്ങ് മരണപ്പെട്ടാൽ എനിക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമേതാ? അടുത്ത സെക്കൻഡിൽ എനിക്ക് അഷ്റഫുൽ ഖൽക്കിനെ കാണാം, എനിക്ക് അബൂബക്കർ സിദ്ദീഖിനെ കാണാം റളിയല്ലാഹു അൻഹു, എനിക്ക് മഹാരഥന്മാരായ എന്റെ അയിമ്മത്തുകളെ കാണാം, ഖുലഫാഉർ റാഷിദീങ്ങളെ കാണാം, ബദരീങ്ങളെ കാണാം. ഇന്നലെ വരെ ബദരീങ്ങളെ പറ്റി പ്രസംഗിച്ച എനിക്ക്, ഇന്നലെ വരെ സഹാബാക്കളെ പറ്റി പ്രസംഗിച്ച എനിക്ക്, ഞാൻ ഇവരെ പറ്റിയാണല്ലോ പ്രസംഗിച്ചത് എന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റും. ആ മറയൊന്ന് മാറണം, അതിനാണ് മരണം. അതുകൊണ്ട് മരണം ഒരിക്കലും ക്രൂരതയുടെ പര്യായമാണ് എന്ന് ആരും ചിന്തിക്കണ്ട. മരിച്ചാലേ അള്ളാനെ കാണാൻ പറ്റൂ. നമ്മൾ കൊടുത്ത സദക്കയ്ക്ക്, നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന്, നമ്മൾ കേട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ട തെറ്റിദ്ധാരണ മൂലം നമ്മൾ കേട്ട അധിക്ഷേപങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും വാക്കുകൾക്ക്, നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങൾക്ക്, നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന് പിടിച്ച നോമ്പുകൾക്കൊക്കെയുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ എപ്പോ വേണം? മരിക്കണം. ആ മരണപ്പെട്ട സമയം മുതൽ അള്ളാഹു നമുക്ക് തന്നോണ്ടിരിക്കും. അപ്പൊ മരണം എന്ന് പറയുന്നത് വലിയ ഒരു മുസീബത്താണ്. മുസീബത്ത് തന്നെയാണ്. ഖുർആനിൽ മുസീബത്ത് എന്നാ പറഞ്ഞത്. പക്ഷേ അതൊരു മുസീബത്ത് ആകുന്നത് ജീവിച്ചിരിക്കുന്നവരിലേക്ക് തട്ടിച്ചു നോക്കുമ്പോഴാണ്. ഭർത്താവ് മരിച്ചുപോയി, അയാൾക്ക് എന്താ നഷ്ടപ്പെടാൻ? നമ്മൾ ഏത് കാര്യം ഓർത്തിട്ടാ കരയുന്നത്? നിങ്ങൾ പറയും, ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾ വീട്ടിൽ നമ്മുടെ പാച്ചറയിൽ ഒരു മരണം നടന്നു, ഒരു കല്യാണം കഴിഞ്ഞു, ഒരു പുതിയ ആപ്പിള മരിച്ചു, നല്ലവനായിരുന്നു. ആരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് സങ്കടം ഉണ്ടാവുന്നത്? ആരെ? പുതിയ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ടാ. കാരണം എന്താ? അള്ളാഹുവെ, കല്യാണം അവൻ എന്തെങ്കിലും സംഭവിച്ചോ? അവൻ അടുത്ത നിമിഷം മുതൽ അവൻ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളുടെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കാൻ, അവൻ മുസീബത്തിന്റെ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ റൗള് റിയാദിലേക്ക് മാറിയിരിക്കാൻ, അവന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളിലേക്ക് അവൻ നീങ്ങിയിരിക്കാൻ.
അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ നേരത്ത് ഭാര്യ വന്നിട്ട് നിലവിളിച്ചു, വാ ഹുസ്നാ എന്ന് നിലവിളിച്ചു. എന്റെ ദുഃഖമേ സഹിക്കാൻ പറ്റുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, വാ തൊർബാ, എന്റെ സന്തോഷമേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഭാര്യ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? അതെ, ഗദൻ അൽഖാ മുഹമ്മദ, അടുത്ത നിമിഷം എനിക്ക് റസൂലുള്ളാഹിനെ കാണാം. ഞാൻ മരിച്ചാൽ നിനക്ക് കാണാൻ പറ്റൂലല്ലോ. അപ്പൊ എനിക്ക് സന്തോഷിക്കേണ്ട വേളയല്ല മോളെ. അവരടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഭൂമി ലോകത്ത് വെച്ച് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന അമലുകൾ നമുക്ക് നാളെ പരലോകത്ത് വിലപിക്കാതിരിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹമായി അള്ളാഹു തരും. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തുള്ള സർവ്വതും മനുഷ്യന് വേണ്ടി അള്ളാഹു തന്നതാണ്. ഈ മനുഷ്യനെ അള്ളാഹ്ക്ക് വേണ്ടി പടയ്ക്കുമ്പോൾ, അള്ളാഹുവിനെ അനുസരിക്കാത്ത മനുഷ്യന് പരലോകത്ത് വരുമ്പോൾ മൃഗങ്ങളോടെല്ലാം മണ്ണായി മാറാനുള്ള കൽപ്പന വരുന്ന സമയത്ത് ആ മനുഷ്യനെ വിലപിക്കുകയാണ്, യൗമയൽറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറബാ. പടച്ചവനെ, ഞാനും മണ്ണായിരുന്നെങ്കിലും എന്ന് ചിന്തിച്ചു പോവുകയാ. എന്താ കാര്യമെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ മണ്ണായി പോയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നത് എന്തിന്റെ പേരിലെന്നറിയോ? 3 കാരണങ്ങളുടെ പേരിലാണ് ചിന്തിക്കുന്നത്. ഒന്ന്, അല്ലാഹുവേ, ഞാനും മണ്ണായി തന്നെ ആദ്യമേ കഴിഞ്ഞിരുന്നെങ്കിൽ, അഥവാ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ ശരീരം പച്ചമണ്ണാണല്ലോ. ഈ കാണുന്ന ശരീരം പച്ചമണ്ണാണല്ലോ. കൊട്ടിയാലെ ശബ്ദം കേൾക്കുന്ന നിലയിൽ പച്ചവെള്ളവും പച്ചമണ്ണും കൂട്ടിക്കലർത്തിയിട്ടാണല്ലോ മനുഷ്യനെ അല്ലാഹു പടച്ചത്. അതേ മനുഷ്യന് പച്ചമണ്ണിന്റെ സന്തതി തന്നെയാണ്. ഞാൻ എന്റെ ഉമ്മ പ്രസവിക്കാത്ത ഒരു കുട്ടിയായി, എന്റെ വാപ്പയുടെ എന്റെ ഉമ്മയുടെ തണലിൽ വളരാത്ത ഒരു അവസ്ഥയിൽ, ഞാൻ പ്രസവിക്കപ്പെടാത്ത അവസ്ഥയിൽ തന്നെ മണ്ണായി തന്നെ ആദ്യമേ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആ മനുഷ്യ ചിന്തിക്കുന്നതാകാ. അല്ലെങ്കിൽ ആ മൃഗങ്ങളെ പോലെ മണ്ണിലേക്ക് അങ്ങ് മടങ്ങിയിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുക. അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, ഖബറിനകത്ത് കൊണ്ടുവച്ച് ജീർണിക്കുന്ന അവസ്ഥ വരുമല്ലോ. നമ്മുടെ ശരീരം മുഴുവനും മണ്ണ് തിന്നുന്ന, ചെതല് തിന്നുന്ന സാഹചര്യം വരുമല്ലോ. എവിടെ നിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ദിവസങ്ങൾ? എവിടെ നിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം? എവിടെ പൊന്നുമോനെ? സൗന്ദര്യം എവിടെയാണ്? എല്ലാ പച്ചമണ്ണോട് ചേർന്ന് പോവുകയാണ്. ആ പച്ചമണ്ണോട് ചേർന്ന് പോകുമ്പോ ആ മണ്ണിൽ തന്നെ ഞാനങ്ങ് അലിഞ്ഞു ചേർന്നിരുന്നെങ്കിലും ചിന്തിച്ചു പോകുന്ന വിലാപമാ സഹോദരങ്ങളെ. ഇവിടെ വെച്ചാണത് തീരുമാനിക്കേണ്ടത്. ഇവിടെ വെച്ചാ നമ്മളത് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചവരാ നമ്മുടെ മുൻഗാമികൾ. നിങ്ങൾക്കറിയുമല്ലോ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ആരാ? നമുക്കറിയുമല്ലോ. ഖുലഫാഉർ റാഷിദീങ്ങൾ ആദ്യത്തെ ആളാ. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച ആദ്യത്തെ ആളാ. സ്വർഗ്ഗത്തിൽ ആദ്യമായി റസൂലുള്ളാഹിന്റെ പിന്നാലെ കടന്നു പോകുന്ന ആളാ. റസൂൽ എന്ന കാകളത്തിൽ ഊതുമ്പോ എങ്ങനെയാണ് മനുഷ്യർ എഴുന്നേക്കുന്നതെന്നറിയോ സഹോദരങ്ങളെ? ആദ്യമായി വിളിക്ക് ഉത്തരം നൽകുന്നതാരാ? ഖുബ്ബത്തുൽ ഖലറായിന്റെ ചുവട്ടിൽ കിടക്കുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളാ ശരീഫിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അടുത്ത് കിടക്കുന്ന സിദ്ദീഖുൽ അക്ബറിനെയാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. 3 പേര് തൊട്ടപ്പുറത്തുള്ള ജന്നത്തുൽ ബഖീൽ ചെന്നിട്ട് അവരെ വിളിക്കുകയാ. അവിടെ നിന്ന് 455 കിലോമീറ്റർ പുറത്തുള്ള മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ വന്ന് അവരെ വിളിക്കുകയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ കോർട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പള്ളിച്ച വീട്ടുകരയിലെ ഖബർസ്ഥാനിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാര്, അല്ല നിങ്ങളും നിങ്ങളുടെ സന്താന പരമ്പരകൾ, നിങ്ങളുടെ പിൻഗാമികൾ മുഴുവൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് അതിനുശേഷമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോടൊപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് ആദ്യമായി പ്രവേശിക്കുന്നത് സിദ്ദീഖുൽ അക്ബർ. എല്ലാറ്റിലും ഒന്നാമന് സിദ്ദീഖ് തങ്ങളാണല്ലോ. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ, നിങ്ങൾ എന്റെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതം മാത്രമല്ല മുഴുവൻ സഹാബാക്കളുടെ ഈമാനും എടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ഗൗസുൽ അഅലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഈമാൻ എടുത്തൊരു തുലാസിൽ വെക്കും.
വെക്കുക. സഹോദരങ്ങളെ, ഇമാമിയങ്ങൾ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ, ഇന്നലെ വരെ ജീവിച്ചുപോയ മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ ഈമാൻ എടുത്തിട്ട് ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ എടുത്ത് അമ്പിയാക്കളല്ലാത്ത എല്ലാവരുടെയും ഈമാൻ എടുത്ത് ഒരു തുലാസിൽ വെച്ചിട്ട് അടുത്ത തട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ എടുത്തു വെച്ച സുബ്ഹാനല്ലാഹ്, ആ തട്ടിനാണ് ഭാരമുള്ളതെന്ന് പറഞ്ഞതാരാ? ഇന്നേ വരെ തമാശയ്ക്ക് പോലും ആ തരത്തിൽ നിന്ന് ഒരിക്കൽ പോലും അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വരാത്ത, കളവിന്റെ ഒരു അംശം പോലും പറയാത്ത, സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ചവന്റെ സന്ദേശമല്ലാതെ മിണ്ടിയിട്ടില്ലാത്ത മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ ഈമാനിന്റെ ഏറ്റവും വലിയ പ്രതീകമായ മഹാനായ സിദ്ദീഖ് തങ്ങളുണ്ടല്ലോ, ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു, എന്താണെന്നറിയോ? അല്ലാഹുവേ, ഞാൻ മരിക്കേണ്ടവനാണ്, ഞാൻ നാളെ പരലോകത്ത് വരേണ്ടവനാണ്. ആ ജീവിതത്തിൽ ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്തു എന്ന് നാളെ വന്നിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഅമാലി കസീറുൻ സാദു തആതി ഖലീൽ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വാക്കിതാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭൂമിയിൽ വെച്ച് വിലപിക്കുകയാ. ഏത് സിദ്ദീഖാണ്? ഏതെങ്കിലും വൃക്ഷത്തിന്റെ ശിഖരത്തില്, ആ വൃക്ഷ ശിഖരത്തിൽ ഒരു പറവ ഇരിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ പറയുമായിരുന്നു, പടച്ചവനെ, ഞാൻ ആ പറവയായിരുന്നെങ്കിൽ. കല്ല് കാണുമ്പോ പറയും, യാ ലൈതനീ കുന്തു ഹജറാ. വൃക്ഷം കാണുമ്പോ പറയും, യാ ലൈതനീ കുന്തു ശജറാ. അവസാനം പറഞ്ഞ് അവസാനം പറയുന്നു, യാ ലൈതനീ ലം തലിദിനി ഉമ്മി. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ. ഇതാരായി പറയുന്നത്? പാച്ചറയിൽ ഏതെങ്കിലും ഒരു അബൂബക്കർ സിദ്ദീഖ് ആണോ? ആരുടെ കഥയായി പറയുന്നത്? ചരിത്രം പറയലും കേൾക്കലും പറയിപ്പിക്കലും അല്ല. ചരിത്രങ്ങളെ പറയാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട്, പറയിപ്പിക്കാനും ആളുണ്ട്. പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാത്തിലും ഒന്നാമനായി, സ്വർഗത്തിന്റെ പാസ് ഭൂമിയിൽ വെച്ച് വാങ്ങിയ ഒന്നാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിലപിക്കുന്നത് ഇവിടെയാണ്. കാരണം ആഖിറത്തിൽ പോയിട്ടുള്ള വിലാപം രക്ഷപ്പെടൂല. ഇവിടെ വെച്ച് വിലപിക്കുകയാണ്. കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സാദു തസൂ അഅമാലി കസീറുൻ സാദു തആതി ഖലീൽ. മഹാനവറുകൾ പറയുകയാണ്, കൈഫ ഹാലി യാ ഇലാഹി, എന്റെ പടച്ചവനെ, എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല, എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല അല്ലാ. കാരണം ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് നന്മകളൊന്നും പറയാൻ പറ്റുന്നതില്ല. സൗറുമലയുടെ മുകളിൽ 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തുന്ന സൗറുമലയുടെ മുകളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ നേരെ ചീറിയെടുക്കുന്ന പാമ്പിനെ തള്ളവിരലുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയ സിദ്ദീഖ്, പാമ്പ് കൊത്തുന്ന സമയത്ത് കണ്ണിൽ നിന്ന് അശ്രുപേമാരികൾ പെയ്തിറങ്ങിയ സിദ്ദീഖ് അവിടെന്ന് പറയുകയാണ്, ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് ഒരു അമലുമില്ല. ഹിജ്ർ ഇസ്മായിലിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖിനെ ഒരു ധിക്കാരിയായ, അവിടത്തെ ഒരു തെമ്മാടിയായ കാഫിർ വന്നിട്ട് കഴുത്തിൽ കയറുകൊണ്ട് ഒരു തുണി കൊണ്ട് മുറുക്കയിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോ മിസ്വലയിലെ വീട്ടിൽ നിന്ന് ഓടി വരികയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ്, സർവശക്തനായ അല്ലാഹുവാണ് തന്റെ റബ്ബെന്ന് പറഞ്ഞതിന്റെ പേരില്, ആ റബ്ബിനെ പരിചയപ്പെടുത്തിയതിന്റെ പേരിലാണോ നിങ്ങൾ കൊല്ലുന്നത്? ഓടി വന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന കയറ് പിടിച്ചു വലിച്ച് അഷ്റഫുൽ ഖൽഖിനെ രക്ഷപ്പെടുത്തി. ആ ഭാഗത്ത് കയറിന്റെ, ആ ഷോളിന്റെ ആ കാപ്പാട് പിൽക്കാലത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു. കാരണം അത്രയും നബി തങ്ങളെ കൊന്നുകളയുമെന്നുള്ള ഘട്ടമെത്തിയപ്പോൾ മിസ്ഫലയിൽ നിന്ന് ഓടി
വന്നിട്ട് ആ അപകടത്തിന്റെ അക്രിയാത്മകമായ ഇടപെടൽ നടത്തിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസ ലീ ഖൈറുൽ അമൽ, എന്റെ കയ്യിൽ അമലൊന്നുമില്ല. ആകെ വെള്ളിയാഴ്ച പള്ളിയിൽ പോരണ കാക്കായും പറയുന്നത് എന്താ, ഞാൻ രക്ഷപ്പെട്ടിട്ടേ നാട്ടിലുള്ള എല്ലാവരും പോകുള്ളൂ. അപ്പൊ അങ്ങനെയാണല്ലോ സംഘടനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, നിങ്ങൾ നരകത്തില, എവര് നരകത്തില, ഞങ്ങൾ മാത്രം സ്വർഗത്തില എന്ന് പറഞ്ഞിട്ടാ പറയുന്നേട്ടാ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കാന്നാ തോന്നുന്നേ അല്ലേ? ആ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നരകത്തിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇപ്പൊ ആരപ്പ സ്വർഗത്തിൽ പോവുക? അതാപ്പോ സംശയം. ആരാണിപ്പോ സ്വർഗത്തിൽ പോവുക? ഒരു കൂട്ടർ അവരെ നരകത്തിലാക്കും, അവരെ എവരെ നരകത്തിലാക്കും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് ആരും പഠിക്കുകയില്ല. വൈലുൽ ലിൽ മുതഅല്ലീന മിൻ ഉമ്മത്തി ഐ യഖൂലു ഫുലാനും ഫിൽ ജന്ന വ ഫുലാനും ഫിന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യവൻ നരകത്തിൽ, അവൻ സ്വർഗത്തിൽ, യവൻ നരകത്തിൽ എന്ന് പറയുന്നവൻ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാരും മനസ്സിലാക്കൂല, അതാരും പഠിപ്പിച്ചു കൊടുക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഒരിക്കൽ പള്ളിയിൽ കയറിയാൽ പിന്നെ പള്ളിയും പള്ളിയുടെ സർവ്വതും എന്റെ കയ്യിലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇത്രയും വലിയ പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് അമലുകളൊന്നുമില്ല. അമലില്ലാന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ അമലില്ലാന്ന് മാത്രമല്ല, സൂഉ അഅമാലി കസീറുൻ സാദു തഅതി ഖലീൽ, എന്റെ മോശമായ പ്രവർത്തനങ്ങൾ കൂടുതലാണ്. എന്റെ കയ്യിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതലാണ്. അള്ളാഹുവിന് വഴിപ്പെട്ട് ഞാൻ നേടിയെടുത്ത പാതയം എന്റെ കയ്യിൽ കുറവാണ്. ഇത് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം എന്നറിയോ? ഇത് ഇത്രയും വായിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റോ അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ അമലുകളൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ മുഴുവൻ ഉണ്ടായിരുന്നത് പാവങ്ങളായിരുന്നു എന്നാർക്കെങ്കിലും വിലയിരുത്താൻ കഴിയോ? ഇല്ല. ഇത് വിനയത്തിന്റെ അടയാളമാണ്. ഇത് പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞതാണ്. ഏത് പാഠമാണ്? നാളെ പരലോകത്ത് നിന്നിട്ട് ഓരോരുത്തരും വിളിച്ചു പറയും, യാ ലൈതനി കുന്തു തുറാബാ, പടച്ചവനെ ഞാൻ മണ്ണായിരുന്നെങ്കിലെന്ന്. ഫലമില്ല പ്രിയപ്പെട്ടവരെ, ഫലം ചെയ്യില്ല. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശദീകരിക്കേണ്ടത് വരുമ്പോൾ മാത്രം വിശദീകരിക്കാം. 5 വിലാപങ്ങളിൽ 2 എണ്ണം കഴിഞ്ഞ് തർത്തീബായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, അവിടെ ചെന്ന് എല്ലാം കണ്ടുമുട്ടുമ്പോ അള്ളാഹയും കണ്ട്, അതുപോലെ തന്നെ മലായിക്കത്തുകളെയൊക്കെ കണ്ട് പരലോകത്തിന്റെ ഭീകരത മനസ്സിലാക്കിയപ്പോ നമ്മൾ പറയാ, പടച്ചോൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. എത്ര വഅള് കേട്ടതാ, എത്ര വഅള് വെച്ചതാ, എത്ര ജുമാ പ്രസംഗം സമീർ ഉസ്താദിന്റെ കേട്ടതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രസംഗങ്ങൾ ഒന്നും കേട്ടിട്ട് നന്നാകാൻ എനിക്ക് പറ്റിയില്ല. നന്നാവൂല സഹോദരങ്ങളെ, നന്നാവൂല. അള്ളാഹു പറയുന്നവരെയും പറയിപ്പിച്ചവരെയും കേട്ടവരെയും ഒക്കെ നന്നാകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅലിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല. ഞാൻ ഉള്ളതുപോലെ പറയാം, വഅലുകൾക്ക് യാതൊരു ക്ഷാമവുമില്ല. പക്ഷേ ഇപ്പോഴും അനാചാരങ്ങൾക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. വഅലുകൾക്ക് യാതൊരു കുറവുമില്ല. ഈ കഴിഞ്ഞ ഈ ഓണത്തിന്, തിരുവോണ നാളില് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെട്ടത് എവിടെ? ഈ ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ, ലൈവ് കാണുന്നവർക്കും അറിയാം എവിടാ. ഒന്ന് ആലോചിച്ച് നോക്കി. 2-3 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ഒരു വലിയ പ്രദേശത്തായിരുന്നു. ആ പ്രദേശത്ത് മുഴുവനും മുസ്ലിം ബെൽറ്റാ. വേറെ ആരെങ്കിലും വന്ന് വാങ്ങുന്നതാണോ? അല്ല, മൊത്തം കാക്കമാരടിക്കുന്നതാ. അല്ലാതെ പിന്നെ ഒരു സംശയവും വേണ്ട. വഅലുകൾക്ക് കുറവുണ്ടോ? മുമ്പൊരു സംഘാടകൻ കുനിഞ്ഞ് എന്തോ സാധനം എടുത്തപ്പോ കയ്യിരുന്ന ശംഭു, പോക്കരിയുന്ന ശംഭു താഴെ വീഴുക. സംഘാടകനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കാലം, ഇതാണ് ലോകം. വഅലുകൾക്ക് കുറവില്ല. ഇവിടത്തെ വിലാപം നമുക്ക് ഫലം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഇവിടെ വെച്ച്, അല്ലാതെ അവിടെ ചെന്നിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. 3-ാമത്തെ വിലാപം ഏതെന്നറിയോ? 3-ാമത്തെ വിലാപം, സഹോദരങ്ങളെ, നമ്മൾ കയ്യിൽ ഒന്നുമില്ല, ചെയ്യേണ്ടതായിരുന്നു, പടച്ചോനെ മണ്ണായി മാറിയെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഫലം ചെയ്യാതിരിക്കുമ്പോ ഇതാ നമ്മുടെ ജീവിതത്തിന്റെ ഇത്രയും നാൾ വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആ കർമ്മ പുസ്തകം നമ്മുടെ കയ്യിൽ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം, കുറ്റപത്രം നമുക്ക് സമർപ്പിക്കപ്പെടാൻ പോവുകയാണ്. നമുക്ക് ഏത് കയ്യിൽ വാങ്ങണം?
ഏത് കയ്യിൽ വാങ്ങണം? ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് നിസ്സാരമാണ് എന്റെ സഹോദരിമാരെ. ഡയറി കുറിപ്പല്ല. ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് കിതാബ്. ഏത് കിതാബ്? നമ്മൾ വായിച്ചിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പറയും, ലാ യുഗാദിറു മാലി ഹാദൽ കിതാബ്, ഇതൊന്തൊരു കിതാബാ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹിസാഹാ. ഒരു ചെറുതും വലുതും ഒന്നും ഇതിൽ അല്ലാഹു തആല വിട്ടിട്ടില്ല. എല്ലാം രേഖയാണ്. ഒന്നും നമ്മൾ പറഞ്ഞത്, കേട്ടത്, ചിന്തിച്ചത് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരുന്ന സമയത്താണ്. എങ്ങനെയാ തരുന്നതെന്നറിയോ? നമ്മൾ എപ്പോഴും ദ്വാരക്കും, പടച്ചോനെ മയ്യത്തൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ദ്വാരക്കും, പടച്ചോനെ മൂപ്പരുടെ വലത് കയ്യിൽ കിതാബ് കൊടുക്കണേ അല്ലാ, ഇടത് കയ്യിൽ കിതാബ് കൊടുക്കുന്ന വെളിപ്പെടുത്തല്ലേ തമ്പുരാനെ. നല്ലതാ, ദ്വാരക്കണം. അള്ളാഹു നമുക്ക് വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കയ്യിൽ കിതാബ് വാങ്ങണം. അതിന് പറയുന്നത് അസ്ഹാബുൽ മൈമന എന്നാണ്. വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് അസ്ഹാബുൽ മൈമന എന്നാണ്. വലത് പക്ഷക്കാരെന്ന് പറഞ്ഞാൽ വലത് കയ്യിൽ കിതാബ് വാങ്ങുന്നവരെന്നാണ്. ആ വലത് കയ്യിൽ കിതാബ് വാങ്ങുന്നത് എങ്ങനെയാണ്? ചില ആളുകൾക്ക് ഇടത് കയ്യിലായിരിക്കും. ഇതെങ്ങനെയാണെന്നറിയോ? ഇതെങ്ങനെ വാങ്ങുന്നത്? നമുക്കറിയാലോ, മരിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്ന് അള്ളാന്റെ കോടതിയിൽ എത്തുമ്പോ ഖബർ മുതൽ അങ്ങോട്ട് അറിയാം പിന്നെ എന്താ നടക്കാൻ പോകുന്നേ. ഖബർ മുതൽ അറിയാം. നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയ നിർണയിക്കപ്പെടുന്ന ഇന്റർവ്യൂ, വിജയ പരാജയത്തിന്റെ ടെസ്റ്റ് ഖബറിലാണ്. അത് മുതൽ അറിയാം നമുക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഹൗലിൽ നിന്ന് വെള്ളം കിട്ടുമോ? സിറാത്തിൽ പോകാൻ പറ്റുമോ? വലത് കയ്യിൽ കിതാബ് കിട്ടുമോ? അർശിന്റെ ചുവട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഖബറിനകത്താ. കാരണം ഖബർ മുതൽ അങ്ങോട്ട് തുടങ്ങുമ്പോ അറിയാം പടച്ചോനെ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പരലോകത്തെത്തപ്പെടുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു മലക്ക് നമ്മുടെ കുറ്റപത്രം കൊണ്ടുവരും. നമ്മുടെയും വാപ്പാടെയും പേര് ചൊല്ലി വിളിക്കും. ഇന്നക്കും സതുദഉന യൗമൽ ഖിയാമത്തി ബി അസ്മാഇകും വ അസ്മാഇ ആബായിക്കും. നിങ്ങളെ നിങ്ങളുടെ വാപ്പാടെ പേരും ചൊല്ലിയാ വിളിക്കുന്നത്. അപ്പോ ഇന്ന നാട്ടിലെ ഇന്നയാളിന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ അബ്ദുറഹ്മാൻ എവിടെയെന്ന് ചോദിക്കുമ്പോ അവൻ ഇങ്ങനെ നടന്നു വരും. കോടാനകോടി ജനങ്ങളുടെ മനുഷ്യരുടെ മുന്നിലൂടെ അവൻ നടന്നു വരുമ്പോ അവൻ അറിയാം ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ്. കാരണം അവിടെ നിന്ന് താൻ ചെയ്ത കാര്യങ്ങൾ ഉറക്കെ വായിക്കേണ്ടി വരും. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഉറക്കെ വായിക്കണം, അതാണ് നിയമം. ആ വായിക്കാനും ഭയപ്പാടുകൊണ്ട്, ആ വായിക്കാനുള്ള പേടികൊണ്ട് ആരോരും അറിയാതെ ചെയ്തു കൂട്ടിയ മുഴുവൻ തിന്മകളും ജനമധ്യത്തിൽ വിളിച്ചു വായിക്കേണ്ട ഗതികേട് ഓർത്തിട്ട് അവൻ രണ്ട് കൈയും പുറകിൽ ഇങ്ങനെ കെട്ടിവെക്കും. അവൻ ഗ്രന്ഥം വാങ്ങൂല, കുറ്റപത്രം സ്വീകരിക്കൂല. അങ്ങനെ വരുമ്പോ മലായിക്കത്തുകൾക്ക് കൊടുത്തല്ലേ മതിയാവുള്ളൂ. മലക്കുകൾ പിറകിലൂടെ വന്നിട്ട് അവന്റെ ഇടത് കൈയിൽ അത് വെച്ചു കൊടുത്തിട്ട് അവരങ്ങ് പോകും. നേരെ മറിച്ച് ജീവിതത്തിൽ സുഹൃതം ചെയ്തവരാണ്, നന്മ ചെയ്തവരാണ്. ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പാതിരാത്രിയുടെ നിശബ്ദതകളിൽ ഞാൻ ചെയ്ത അമലുകളല്ല, എല്ലാ സുഹൃതങ്ങളും എന്റെ പടച്ചവന് വേണ്ടി ഞാൻ നിർവഹിച്ചത് എന്റെ ഭാര്യ അറിഞ്ഞില്ല, എന്റെ മക്കൾ അറിഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ടവരാരും അറിഞ്ഞില്ല. അവരുടെ മുമ്പിലെല്ലാം ഞാൻ ചെയ്ത നന്മകളെല്ലാം വായിക്കണമല്ലോ. ആ നന്മ വായിക്കുമ്പോൾ എത്ര സന്തോഷമാണ് അവർക്ക് ഉണ്ടാവുക. ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ട്, അമലുകൾ വായിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന്റെ കർമ്മപുസ്തകം കിട്ടാൻ ഓടി വന്നിട്ട് അവന് വലത് കൈ നീട്ടിയിട്ട് വാങ്ങുമെന്നാണ്. അവന് വലത് കൈ നീട്ടിയിട്ട് ആ ഗ്രന്ഥം കയ്യിൽ വാങ്ങുമെന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്ന ആളുകളെ പറ്റിയാണ് പരാമർശമുള്ളത്. അല്ലാഹു പറയുകയാണ്, അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി. ആരൊരാളുടെ കയ്യിലാണോ, ഇടത് കയ്യിലാണോ കിതാബ് കിട്ടുന്നത്, ആരാണോ ഇടത് കൈ കൊണ്ട് ജീവിതത്തിന്റെ കുറ്റപത്രം വാങ്ങുന്നത്, യഖൂൽ യാ ലൈതനീ ലം ഊത കിതാബിയാ. പടച്ചവരെ, ഈ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. വലം അദ്രി മാ ഹിസാബിയ, വിചാരണ എന്തെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിലല്ലോ. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി എല്ലാ
എല്ലാം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ തമ്പുരാനെ ഇത് ഞാൻ വായിക്കേണ്ടി വരുമല്ലോ അല്ലാ, ഇത് ഞാൻ ജനസമക്ഷത്തിൽ വായിക്കേണ്ടി വരുമല്ലോ റബ്ബേ, ഇത് ജനമബ്ബപ്പിൽ ഞാൻ വിളിച്ചു പറയണമല്ലോ റബ്ബേ. ഇടത് കയ്യിൽ കിതാബ് കിട്ടിയവരെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ആ സമയത്ത് വിലാപം ഫലമുള്ളതല്ല. വിളിച്ചു പറയുന്നത് എന്താണ്? ലമൂത കിതാബിയ യാ ലൈതനി ലമൂത കിതാബിയ. പടച്ചവനെ ഈ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലമദ്രിമാ ഹിസാബിയ വിചാരണ ഉണ്ടാകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാലത്തിൽ ഖാലിയ മരണത്തോടെ സർവ്വതും അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ. അല്ലാഹുവേ, പ്രിയപ്പെട്ട സഹോദരാ, ആലോചിച്ചു നോക്കണേ. ആ ഇടത് കയ്യിലെ കിതാബ് കിട്ടുന്നവന്റെ നിലവിളിയാണ് മൂന്നാമത്തെ നിലവിളി. അല്ലാഹു നമ്മളെ വലത് കയ്യിലെ കിതാബ് വാങ്ങുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആരാ ആഗ്രഹിക്കുന്നത് വലത് കയ്യിലെ കിതാബ് വാങ്ങാ? പാച്ചിറയിലെ പള്ളിച്ച വീട്ടുകരയിലെ കണിയാപുരപ്പ് പള്ളിപ്പുറപ്പ് ആരാണോ എന്ന് കേൾക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ആരാണോ എന്ന് കേൾക്കുന്നത്, എനിക്കും നിങ്ങൾക്കും വലത് കയ്യിലെ കിതാബ് വാങ്ങാൻ സഹോദരങ്ങളെ കുറച്ച് അമലുകൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പറയുന്നുണ്ട്, എല്ലാം നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലല്ലോ. അവിടെ വിലപിക്കേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? മരിക്കുന്നതിന് മുമ്പ്, അസ്രായീൽ വരുന്നതിന് മുമ്പ്, റൂഹ് പിരിയുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ? അല്ലാഹു പറയുകയാണ്, ഫഖുറഖബാ. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുമോ? മർദ്ദിതന്റെ മർദ്ദനം മാറ്റിക്കൊടുക്കുമോ? പീഡിപ്പിക്കപ്പെടുന്നവന്റെ പീഡനത്തിന് അറുതി വരുത്തുമോ? തടവിൽ പിടിക്കപ്പെട്ടവനെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അല്ലാഹുവാ പറയുന്ന ഞാനല്ല. ഫഖുറഖബാ, അടിമയെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് പറഞ്ഞാൽ അടിമ സമ്പ്രദായം ഇന്നില്ല. എന്നാ ഖുർആൻ ലോക അവസാനം വരെ നിലനിൽക്കുന്നതാണ്. അപ്പൊ വിശാലമായ അർത്ഥ തലങ്ങളിലേക്ക് മുഫസ്സിരീങ്ങൾ പോയിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെടുന്നവന്റെ പീഡനം നിങ്ങൾ മാറ്റിക്കൊടുക്കുവോ? നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് മർദ്ദിതന്റെ മർദ്ദനം അവസാനിപ്പിക്കപ്പെടുമോ? തടവിൽ പിടിക്കപ്പെട്ടവനെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയുമോ? അല്ല പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് അല്ല പറയുന്നു, പട്ടിണിയുടെ നാളുകൾ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയോ? വിഷം നൊട്ടിയ വയറുമായി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയോ? ഏറ്റവും വലിയ അമല് അതല്ലേ സഹോദര? അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ലോകത്തുള്ള മുഴുവൻ അമലുകളെയും തഫ്തീഷ് നടത്തി കീറി മുറിച്ച് അതിന്റെ ആ പലമാരിട ഞാൻ പരിശോധന നടത്തിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അമലായി ഞാൻ കണ്ടത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കലാ വലിയ അമലാ സഹോദര. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസമുണ്ടോ പെങ്ങളെ? ആർക്കെങ്കിലും മാറാത്ത രോഗങ്ങളുണ്ടോ? ആർക്കെങ്കിലും വേദനകൾ മാറാത്ത ഏതെങ്കിലും വേദനകളുണ്ടോ? അതിന് പോംവഴിയായി നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിക്ക്, അയാളെ വയറ് നിറച്ച് കഴിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് പട്ടിണിയുടെ നാളുകളിൽ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ഒന്ന്, അടിമയെ മോചിപ്പിക്കുക, അഥവാ പീഡനം അനുഭവിക്കുന്നവന്റെ പീഡനം മാറ്റിക്കൊടുക്കുക. രണ്ട്, വിശപ്പിന്റെ നാളിൽ പാവപ്പെട്ടവന് യതീമിനും മിസ്കീനും ഭക്ഷണം നിങ്ങൾ കൊടുക്കുക. മൂന്നാമത് അല്ലാഹു പറയുകയാണ്, സുമ്മ കാന മിനല്ലദീന ആമനൂ. വിശ്വാസികളുടെ ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ ചേരുവോ? വിഘടിച്ച് നിൽക്കാനല്ല, ഒറ്റപ്പെട്ട് നിൽക്കാനല്ല. ഒരു വിശ്വാസി സമൂഹത്തിന്റെ ശൃംഖലയിൽ നിങ്ങൾക്ക് കണ്ണിയാകാൻ പറ്റുമോ? സുമ്മ കാന മിനല്ലദീന ആമനൂ. അല്ലാഹു പറഞ്ഞത് സുമ്മ ആമന, പിന്നെ ഈമാൻ ഉണ്ടവനായാൽ പോരാ എന്നല്ല, ഈമാൻ ഉള്ളവനായാൽ മതിയെന്നല്ല അല്ല പറഞ്ഞത്. അല്ല പറഞ്ഞത് സുമ്മ കാന മിനല്ലദീന ആമനൂ. വിശ്വാസികളുടെ ഒരു സമാജത്തിൽ, ഒരു സൊസൈറ്റിയില്, ഒരു സമൂഹത്തില്, ഒരു ജമാഅത്തില്, ഒരു കൂട്ടത്തിൽ, ഒരു സംഘടനയിൽ നിങ്ങൾക്ക് ചേരാൻ കഴിയോ? ഇന്ന് എത്ര സംഘടനയാ? 33 കോടി സംഘടനകളല്ലേ? വിഘടിച്ച് അത് പലരും പിളർന്ന് പലരായി മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ സഹോദര, അല്ല പറയുകയാണ്, മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഒത്തൊരുമയോടെ ഐക്യപ്പെട്ട് നിൽക്കാൻ പറ്റുമോ? അലൈക്കും ബിൽ ജമാഅ. നിങ്ങൾ സംഘടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഒരൊറ്റ ഈർക്കിൽ കൊണ്ട്
മുറ്റമടിക്കാൻ കഴിയൂല പെങ്ങളെ. പല ഈർക്കലുകൾ കൂട്ടിക്കെട്ടിയാൽ ചൂലായാലേ നിങ്ങൾക്ക് മുറ്റമടിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ബ്രഷ് ചെയ്യുമ്പോ ഒരു പല്ല് കൊണ്ട് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ പറ്റില്ല. ആ ബ്രഷിന്റെ പല്ലുകൾ അധികമാകുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ദന്തശുദ്ധീകരണം വരുത്താൻ കഴിയുക. സഹോദരങ്ങളെ, ഒരുമിച്ച് നിൽക്കുമ്പോഴാ ഒരു തേനീച്ച വന്നാ നമുക്ക് ഓടി രക്ഷപ്പെടാ. പക്ഷെ തേനീച്ച കൂട്ടങ്ങൾ വന്നാൽ ആരെയൊക്കെയോ തകർക്കാനുള്ള കഴിവവർക്കുണ്ടല്ലോ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഒരു ജമാഅത്തിന് വലിയ പവറുണ്ട്, ഒരു കൂട്ടായ്മയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, മൂന്നാമത്തേത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സംഘടിത ശക്തികളായി മാറുക, ഒരുമിച്ച് നിൽക്കുക നിങ്ങൾ. നാലാമത് അല്ലാഹു പറയുകയാണ്, വതവാസൗ ബിസ്സബ്രി. അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ജമാഅത്തിൽ നിങ്ങൾ അംഗമായി കഴിഞ്ഞാൽ, ഒരു സംഘത്തിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ, വ്യത്യസ്ത സ്വഭാവങ്ങളും വിഭിന്നമായ ആശയങ്ങളും വൈരുദ്ധ്യമായ പല സമീപനങ്ങളുമുള്ള ആളുകളാണല്ലോ. അവരിൽ നിന്ന് എന്തുണ്ടായാലും നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണം. ക്ഷമിക്കാൻ നിങ്ങൾ ആളുകളോട് പറയണം. വതവാസൗ ബിസ്സബ്രി. ക്ഷമിക്കാൻ നിങ്ങൾ ജനങ്ങളോട് പറയണം. ആ ക്ഷമയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് കാരുണ്യമാണല്ലോ. വതവാസൗ ബിൽ മർഹമാ. പരസ്പരം നിങ്ങൾക്ക് കാരുണ്യം ഇടപെടാൻ, കാരുണ്യത്തോടെ സമീപിക്കാൻ നിങ്ങൾ വസിയത്ത് ചെയ്യുക. ഈ 5 കാര്യം നിങ്ങൾ ചെയ്താൽ, അടിമകളെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുത്താൽ, അതുപോലെ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്താൽ, അതുപോലെ ഒരു സംഘടനയിൽ, ഒരു സംഘത്തിൽ, ജമാഅത്തിൽ നിങ്ങൾ അംഗമായാൽ, അതുപോലെ നിങ്ങൾ സബ്ർ കൊണ്ട് നിങ്ങൾ പരസ്പരം വസിയത്ത് ചെയ്താൽ, പരസ്പരം നിങ്ങൾ കാരുണ്യം കൊണ്ട് പരലോടും നിങ്ങൾ വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലാഹു പറയുന്നു, ഉലൈക അസ്ഹാബുൽ മൈമന. അവരാണ് വലതുപക്ഷക്കാര്, അവരാണ് വലതുപക്ഷക്കാര്. കേരള രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷമല്ല. ഈ വലതുപക്ഷം എന്ന് പറയുന്നത് അല്ലാഹു പരിചയപ്പെടുത്തിയ അസ്ഹാബുൽ യമീൻ, വലത് കൈയിൽ കിതാബ് വാങ്ങുന്നവരാണ്. അങ്ങനെ വാങ്ങാനുള്ള ഭാഗ്യം അല്ലാഹു തന്നാൽ നമ്മളവിടെ വിലപിക്കേണ്ടി വരൂല. അതിന് ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ചൂടെ? ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് മാറ്റിക്കൊടുത്തൂടെ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തൂടെ? എന്നിട്ട് നിങ്ങൾക്ക് ഒരു വിശ്വാസികളോടൊപ്പം ഒരുമിച്ച് നിൽക്കൂടെ? എന്നിട്ട് നിങ്ങൾ സബ്ർ കൊണ്ടും അതുപോലെ കാരുണ്യം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തൂടെ? എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് വലത് കയ്യിൽ കിതാബ് തരാമെന്ന് അള്ളയല്ലേ പറഞ്ഞത്? അല്ലാഹുവല്ലേ പറഞ്ഞത്? ഹദീസ് ആണെങ്കിൽ ചോദിക്കാം, ബുഖാരിയാണോ മുസ്ലിമാണോ തുർമുദിയാണോ എന്ന്. ഖുർആനിൽ പിന്നെ അതില്ലല്ലോ, ഖുർആനിൽ അതില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമലുകൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വലത് കൈയിൽ അല്ലാഹു കിതാബ് തരും. ഇല്ലെങ്കിലോ ഇടത് കൈയിലായിരിക്കും കിതാബ് കിട്ടുക. ആ കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ സഹോദരിമാരോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുമ്പോ ആർക്കും വിഷമമൊന്നും ഉണ്ടാവണ്ട. ഇത് കേൾക്കുമ്പോ ആർക്ക് സങ്കടം? പടച്ചവനെ, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാം എന്റെ ഭർത്താവിന്റെ മുന്നില്, എന്റെ പൊന്നുമക്കളുടെ മുന്നില്, എന്റെ മാതാപിതാക്കളുടെ മുന്നില്, എന്റെ ഉസ്താദുമാരുടെ മുന്നില്, ലോകത്തിന്റെ മുന്നില് ഞാൻ ഉറക്കെ വായിക്കുമ്പോ എന്നോടുണ്ടായിരുന്ന സകല ധാരണകളെയും, എല്ലാ ധാരണകളും മാറിപ്പോകുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങളുടെ കർമ്മ പുസ്തകം കയ്യിൽ കിട്ടിയാൽ അത് ഉറക്കെ വായിക്കാൻ അല്ലാഹു തആല നിർബന്ധിക്കാത്ത ഒരു ഖൗമുണ്ട്. അതാരെന്നറിയോ? അത് ജീവിതത്തിൽ ഇന്നത്തെ പ്രസംഗത്തിന്റെ സന്ദേശമായി ഞാൻ പങ്കുവെക്കാൻ. നമ്മൾ ഞാനിപ്പോ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്റെ ഭാര്യ മക്കളുടെ അടുത്ത് പറയാൻ പറ്റുമോ? കല്ലെറിയൂലേ? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാൻ പറ്റുമോ? മനുഷ്യനല്ലേ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനല്ലേ. കുല്ലു ബനി ആദമ ഖത്താ. എല്ലാ മനുഷ്യന്മാരും ഫഅൽ വസ്നാൻ എന്ന് പറഞ്ഞാൽ വല്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകളെന്നാണ്. മനുഷ്യരൊക്കെ വല്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകളെന്നാണ്. നമ്മുടെ ന്യൂനതകൾ ഒന്നും, നമ്മുടെ കർമ്മപുസ്തകത്തിലുള്ള കുറ്റപത്രത്തിലുള്ള നമ്മുടെ ദുർബലതകൾ, നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ കുഴപ്പങ്ങൾ, ഇതൊന്നും അല്ലാഹു ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയാൻ നിർബന്ധിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യണം. അതെന്താണെന്നറിയോ? ഇന്ന് മുതൽ ചെയ്തോളി എന്ന ഈ ഒരു കാര്യം ചെയ്താൽ മതി, ലോകം നന്നാവും. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ലോകം നന്നാവും. എന്താണെന്നറിയോ? മൻ സതറ മുഅ്മിനൻ സതറല്ലാഹു ലഹു യൗമൽ ഖിയാമ.
ഇവിടെ ഏതെങ്കിലും ഒരു വാർത്ത ആരുടെയെങ്കിലും നമ്മൾ അറിഞ്ഞാൽ പബ്ലിസിറ്റി ചെയ്യാതിരുന്നാൽ മതി. നമുക്ക് എന്തെങ്കിലും അറിഞ്ഞാൽ ഉടനെ ഫോൺ എടുക്കും, ഫേസ്ബുക്കിൽ കുറിക്കും, ഒരൊറ്റ താപ്പ്, നിന്റെ ഒരു തള്ള വിരളൊന്ന് അമർത്തിയാ മതി, 10,000-കണക്കിന് ഷെയറുകൾ, 1000-കണക്കിന് ലൈക്കുകൾ, ലക്ഷക്കണക്കിന് കമന്റ്സുകൾ. നിനക്ക് നഷ്ടപ്പെട്ടതെന്താ? 5 മിനിറ്റ് തള്ളവിരളിന്റെ ഒരു ഞെക്കല്. നഷ്ടപ്പെട്ടതെന്താ? ഒരു കുടുംബത്തിന്റെ സന്തോഷം, ഒരു കുടുംബത്തിന്റെ വർഷങ്ങൾ, പതിറ്റാണ്ടുകളുള്ള അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളത. അതല്ലേ ഇന്ന് മര്യാദയുണ്ടോ? പ്രതിപക്ഷ മര്യാദയുണ്ടോ ജനങ്ങൾക്ക്? എന്റെ എന്തെങ്കിലും ഒരു കുറവ് സമീർ ബാക്കവി കണ്ടാൽ അദ്ദേഹം മറച്ചുവെച്ചു. ഒരാളോടും അത് പറഞ്ഞില്ല, ഒരാളോടും അത് പറഞ്ഞില്ല. പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ്? അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ്? അദ്ദേഹം ഒരാളോടും ആ വിഷയം പറഞ്ഞില്ല. അദ്ദേഹം മനസ്സിൽ കരുതിയത്, പടച്ചവനെ, ഒരു ന്യൂനത ഞാൻ അറിഞ്ഞു, ഞാൻ ആരോടും പറയുന്നില്ല, ഞാൻ നിന്നെ പേടിച്ചിട്ട് മറച്ചു വെക്കാൻ. അള്ളാഹു കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? അദ്ദേഹത്തിന്റെ കുറ്റപത്രം കയ്യിൽ കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ കുറ്റപത്രത്തിലുള്ള ജീവിതത്തിന്റെ എന്തെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ ആ തിന്മകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉറച്ചു വായിക്കാൻ അള്ളാഹു അനുവദിക്കൂല. നീ അത് വായിക്കണ്ട. കാരണം നീ ഒരു വിശ്വാസിയുടെ ന്യൂനത മറച്ചു വെച്ചവനാണ്. അതുകൊണ്ട് നിന്റെ ഈ കുറവ് ഞാൻ ഇവിടെ മറച്ചു വെക്കാൻ. അള്ളാഹു അടുക്കലേക്ക് വിളിച്ചിട്ട്, തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാഹു ആശ്വസിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് എന്ത് കിട്ടും? ചിലർക്ക് JCBയുടെ പല്ലുകൊണ്ട് മാന്തി കൊടുത്താൽ കടി തീരാത്ത അത്രയുണ്ട് നാക്കിന്. എല്ലാരോടും പറയണം, എന്തെങ്കിലും അറിഞ്ഞ ഒരു വല്ലാത്ത ഭാരമാണ്. ഒരിക്കൽ ഒരാള് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരെ പറ്റി എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ, എനിക്ക് ആരെ പറ്റിയെങ്കിലും പരദൂഷണം പറയണമെന്ന്. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ചായ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങണമെങ്കിൽ ഒരു ചെറിയ ഫസാദ് അങ്ങോട്ട് പൊട്ടിക്കാതെ ഇറങ്ങൂല. ഞാൻ കുറ്റം പറയാന്ന് കരുതരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെയൊക്കെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, പള്ളികളുടെ അവസ്ഥ പറഞ്ഞുതരാം. സുബഹി നിസ്കാരത്തിന് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോകും. കാരണം അവർക്ക് ഒന്നുകിൽ ഉറങ്ങണം, ഇല്ലെങ്കിൽ അവരുടെ അന്നം തേടിയുള്ള യാത്രകൾ, ഇല്ലെങ്കിൽ ഒരു ചായ കുടിക്കണം, പല ആവശ്യങ്ങളാണ്. ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ പോകണം, കാരണം ഉച്ചഭക്ഷണം കഴിക്കണം. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ പോകണം, കാരണം എന്താണ്? അസ്ർ കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം. ഇഷാ കഴിഞ്ഞാൽ വീട്ടിൽ പോകണം, കാരണം അവർക്ക് ഡിന്നർ കഴിക്കണം, അവർക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വരും, അവർക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും, അവർക്ക് ഉറങ്ങണം. ഇതൊക്കെ ഉള്ള ആളുകളാ, പല ദൗർബല്യങ്ങളാ. എന്നാൽ മഗ്രിബ് കഴിഞ്ഞോ 1 മണിക്കൂറും 20 മിനിറ്റ് സമയമുണ്ട്. മഗ്രിബ്, ഞാൻ ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ ഫസാദും ഫിത്നയും ഇമാമിയങ്ങൾക്കെതിരെയും കമ്മിറ്റിക്കാർക്കെതിരെയും നാട്ടുകാർക്കെതിരെയും രൂപപ്പെടുന്നത് മഗ്രിബ് ടു ഇശാഇന് ഇടയിൽ പള്ളിയുടെ മുറ്റത്തോ പുറം പള്ളിയിലോ ഹൗലിന്റെ കരയിലോ ഒക്കെ ആയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതൊന്നും പാടില്ല. അത് ഞാനായാലും നല്ല രസമാണ് പറയാൻ. അതുകൊണ്ടാ പറഞ്ഞത്, എനിക്ക് ആരെങ്കിലും ഗീബത്ത് പറയണമെന്ന് തോന്നിയാൽ, ഒരു മഹാൻ പറയാൻ, ഞാൻ അപ്പൊ ആരെങ്കിലും വിളിച്ചത് എന്റെ ഉമ്മായെ പറ്റി അങ്ങ് പറഞ്ഞു കൊടുക്കും, എന്റെ വാപ്പായെ പറ്റി ഞാൻ അങ്ങോട്ട് വിവരിച്ചു കൊടുക്കും. എന്റെ വാപ്പ അങ്ങനത്തോനാണ് ഇങ്ങനത്തോനാണെന്ന് പറയും. അവ കേട്ട ആള് പറഞ്ഞു, എടാ നിന്റെ വാപ്പ ഉമ്മ പാവല്ലേ, എന്ത് ചെയ്തു നിന്നോട് നീ ഇത് പറയാൻ? അപ്പൊ ഈ മനുഷ്യൻ പറയാ, എടാ ഞാൻ എന്തെങ്കിലും ഒരാളെ പറ്റി പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട അമലുകളൊക്കെ എടുത്ത് അയാൾക്ക് കൊടുക്കൂലേ? അയാളുടെ മുഴുവൻ പാവം എന്റെ മണ്ടയ്ക്ക് വെക്കൂലേ അള്ളാഹു? എടാ കൊടുക്കുന്നെങ്കിൽ ഉമ്മാക്കോട് നിന്റെ നിസ്കാരം, നീ എന്തിനാ പുറത്തു കൊടുക്കുന്നത്? നിനക്ക് കഷ്ടപ്പെട്ട നിസ്കാരവും നീ പിടിച്ച നോമ്പും, നീ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് 7 ലക്ഷം രൂപ മുടക്കിയിട്ട് ഹജ്ജ് ചെയ്തതും, 80,000 രൂപ മുടക്കിയിട്ട് ഉംറ ചെയ്തതും, ഇതൊക്കെയും നാട്ടുകാർക്ക് കൊടുക്കുന്നത് എന്തിനാ? ഇരിക്കുന്ന ഈ വാപ്പാക്ക് തന്നെ ഇരിക്കട്ടെ. അപ്പൊ ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് എന്റെ നാക്ക് കൊതിച്ചാൽ ഞാൻ എന്റെ വാപ്പായെ പറ്റി പറയും, എന്റെ ഉമ്മായെ പറ്റി പറയും. എത്ര അർത്ഥവത്താണ്. ഇബ്രാഹിം അധികം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു ഖാദിമ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പറ്റി ഇന്ന ആള് പലതും പറഞ്ഞു നടക്കാന്ന് പറഞ്ഞു. ഇബ്രാഹിം അധികം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, മൂപ്പര് കരുതിയത് ഇപ്പൊ പോയിട്ട് മുണ്ടും മടക്കി കുത്തിയിട്ട് തല്ലുണ്ടാക്കുന്ന. ഇബ്രാഹിം അധികം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പെട്ടെന്നൊരു കാർട്ടൂൺ റെഡിയാക്കാൻ പറഞ്ഞു. ഒരു കാർട്ടൂൺ റെഡിയാക്കി.
അതിനകത്ത് ഏറ്റവും മുന്തിയ തരത്തിലുള്ള ഈത്തപ്പഴം വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ചു, ആഖിറത്തിലേക്ക് വേണ്ടി നീ കുറച്ച് അമലുകൾ എനിക്ക് തന്നു എന്നറിഞ്ഞു. അവിടെ വരുമ്പോ എനിക്ക് തിരിച്ചു തരാനൊന്നുമില്ല. എനിക്കാണെങ്കിലോ പ്രത്യുപകാരം ചെയ്ത് ശീലമുള്ള ആളാണ്, എന്തെങ്കിലും കിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അപ്പൊ അവിടെ നീ എനിക്ക് കുറച്ച് അമല് തന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അവിടെ വരുമ്പോ തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഉണ്ടെങ്കിലും ഞാൻ തരൂല. അതുകൊണ്ട് ഈ മുന്തിയ ഇനത്തിലുള്ള ഈത്തപ്പഴം അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തുവിടുക എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്സാരമല്ല. നമ്മൾ ഒരാളെ പറ്റിയിട്ട് മോശമായി എന്തറിഞ്ഞാലും നമ്മളങ്ങ് വിഴുങ്ങിയേക്കണം. അല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോ ബാത്റൂമിൽ കയറിന്നിട്ട് നന്നായിട്ട് ടാപ്പ് തുറന്നു വിട്ടിട്ട് ഷവർ തുറന്നു വിട്ടിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആരും കേൾക്കൂല. നമുക്ക് നാളെ രക്ഷപ്പെടണ്ടേ? അതുകൊണ്ട് നമ്മുടെ ന്യൂനതകൾ വിളമ്പി കൊടുക്കേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഭൂമി ലോകത്ത് ഒരുത്തന്റെയും കുറവുകൾ പറയാൻ പാടില്ല, ആരുടെയും ന്യൂനത പറയാൻ പാടില്ല. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.